വധഭീഷണി വകവയ്ക്കാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ്. വധഭീഷണിക്ക് പിന്നാലെ ലോക് ഭവന് മുന്നിലെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. এগিয়ে গেলে তো তুমি সবাইকে গার্ড করছো, তোমাকেও তো লাগবে। പി ബസന്ത് വിവരങ്ങളുമായുണ്ട്. ബസന്ത്, എന്താണ് ആനന്ദ് ബോസിന്റെ നിലപാട്? അദ്ദേഹം ഇപ്പോൾ ഈ ഭീഷണി വകവെക്കാതെയാണ് ഇപ്പോൾ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ഇന്നലെ രാത്രി തന്നെ അവിടെ ചായ കുടിക്കാനും മറ്റും ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ഈ ഭീഷണിയെ കണക്കിലെടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. തനിക്ക് ഒരു ഇമെയിൽ സന്ദേശം തന്നെ വകവരുത്തും എന്ന തരത്തിൽ ലഭിച്ചിരുന്നു. അത് യാതൊരു കാരണവശാലും അതിനെ ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നുള്ള സൂചന കൂടിയാണ് ഇപ്പോൾ ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം കൊൽക്കത്തയിലെ തെരുവുകളിലിറങ്ങി അദ്ദേഹം ജനങ്ങളുടെ ഒപ്പം ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ ഭീഷണി വന്ന ശേഷം ലോക് ഭവന് വലിയ തോതിൽ സുരക്ഷ കൂട്ടിയിട്ടുമുണ്ട്. അവിടെ ജനകീയ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുത്ത ഒരു ഗവർണർ കൂടിയാണ് സി വി ആനന്ദ ബോസ്. ഇതുകൊണ്ട് തന്നെ തനിക്കെതിരെയുള്ള നീക്കങ്ങൾ ആ തരത്തിൽ മറ്റൊരു തരത്തിൽ കാണേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതുകൊണ്ട് ഇത് ഗൗരവത്തോടെ ഇതിനെ എടുക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇന്നലെ രാത്രി തന്നെ ഈ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിന്നുകൊണ്ടുള്ള സന്ദേശം നൽകുന്നത്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. വധഭീഷണിയുടെ പശ്ചാത്തലത്തിലും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനമെന്നുള്ളതാണ് ആനന്ദ് ബോസ് വ്യക്തമാക്കുന്നത്. നമുക്ക് ആ ഓഡിയോ സന്ദേശം കേൾക്കാം. ഗവർണറെ ബ്ലാസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞ് ഒരു വാട്സപ്പ് മെസ്സേജ് ADC കിട്ടി. അത് പോലീസിലേക്ക് കൊടുത്തു. DGP ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അന്വേഷണത്തിൽ ഉടനെ ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യണം. അയാളെ അറസ്റ്റ് ചെയ്തു. ഇന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഏകലാ ചലോ, രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ ഏകലാ ചലോ എന്ന അതിൻ്റെ ഒരു പ്രകടിത രൂപമായിട്ട് ഗവർണർ സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്ന ലൈനിൽ അപ്പ് ആൻഡ് ഡൗൺ നടന്ന് സ്ട്രീറ്റ് ഫുഡ് കഴിച്ചു, ചായ കുടിച്ചു, ജനങ്ങളായിട്ട് സംവദിച്ചു. ഇതിൻ്റെ വീഡിയോ ആണ് ഇപ്പം അയച്ചിരിക്കുന്നത്. ഗവർണർ സ്ട്രീറ്റ് ഫുഡ് ഹാവിങ് സ്ട്രീറ്റ് ഫുഡ് വിത്ത് ദി ലോക്കൽ പീപ്പിൾ against threat on his life.